വെറും 28 രൂപയ്ക്ക് 3 മണിക്കൂറോളം വരുന്ന ഒരു ബോട്ട് യാത്ര വേമ്പനാട്ട് കായലിലൂടെ നമുക്ക് നടത്തിയാലോ? ഹൗസ് ബോട്ടും ഷിക്കാര ബോട്ടൊന്നും പോവാത്ത അതിമനോഹരമായിട്ടുള്ള ഗ്രാമ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അന്തർദേശീയ ജലപാതയിലൂടെ കേരള സർക്കാരിൻ്റെ ബോട്ടിലൊരു കിടിലൻ റൈഡ് പോയിട്ട് വന്നാലോ? അപ്പോൾ എന്തായാലും കാഴ്ചയിലേക്ക് കിടക്കാം. നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുന്നത് അങ്കമാലിയിൽ നിന്നാണ് കേട്ടോ. അങ്കമാലിയിൽ നിന്ന് മധുര എക്സ്പ്രസ്സിൽ കോട്ടയത്ത് പോയിട്ട് ഇറങ്ങിയിട്ട് കോട്ടയത്തെ കോടിമാത ബോട്ട് ജെട്ടിയിൽ നിന്ന് ആലപ്പുഴയ്ക്കാണ് ഇന്നത്തെ നമ്മുടെ ബോട്ട് യാത്ര. അങ്കമാലിയിൽ നിന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ നമ്മൾ കോട്ടയത്ത് വന്ന് ഇറങ്ങിയേക്കാം കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നേരെ കോടിമാതയിലേക്ക് ബസ് കയറണം. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചായ 2 വടയും കഴിച്ചു കേട്ടോ. 34 രൂപ അതിനായിട്ടാ. ഇനി ഇവിടുന്ന് ബസ് കയറണം. അപ്പോൾ നമ്മൾ കോടിമാത ബോട്ട് ജെട്ടിയിലേക്കുള്ള ബസ് എടുത്തു കേട്ടോ. ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 10 രൂപയാണ്. ഈ ബസ്സിൽ നമ്മൾ നേരെ ആ ജെട്ടിയിൽ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 11:30-ക്കാണ് നമ്മുടെ ബോട്ട്. നമ്മളിപ്പോൾ കോടിമാതയിൽ വന്ന് ഇറങ്ങിട്ടോ. ഇവിടെ ബോർഡ് എന്ന് പറയാൻ ഇവിടെ ഒരു കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഒരു ബോർഡുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇറങ്ങിയിട്ട് ഈ റോഡിലേക്ക് നടക്കണം. നമ്മൾ നേരെ പോണതാണ് കേട്ടോ ബോട്ട് ജെട്ടിയിലേക്ക്. ഇതവിടെ കോടിമാത ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോട്ട് അവിടെ കിടപ്പുണ്ടെന്ന് കേട്ടോ. ഇതുണ്ടോ, ആ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് പോകണം. ആളുകൾ കയറിയെന്ന് തോന്നും. ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കട്ടെ, വാങ്ങട്ടെ കേട്ടോ. നമ്മളിപ്പോൾ അവിടെ വേറെ ഫുഡൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു കുപ്പി വെള്ളവും കുറച്ച് കപ്പലുണ്ട്. ടൈമായി ബോട്ടിലേക്ക് നടക്കാം കേട്ടോ. കാണുന്നതാണ് നമ്മുടെ ബോട്ട്. അതിൽ കയറിയിട്ട് സീറ്റൊക്കെ ഉണ്ടാവാമോ നോക്കട്ടെ. അപ്പോൾ ഈ കാണുന്ന ബോട്ടിലായിട്ടാണ് നമ്മൾ പോകണത് കണ്ടോ. കോട്ടയം ആലപ്പുഴ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലാണ് പോകാൻ. ബോട്ട് 11:30-ക്കാണ് പോകുന്നത് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറമെ തമിഴ്നാട് അതുപോലെ പല ടൂറിസ്റ്റുകളാണ് കൂടുതൽ കേട്ടോ. പിന്നെ അതുമാത്രമുള്ള വിദേശികളൊക്കെ ഉണ്ട് ഈ ഒരു ബോട്ടിൽ കേട്ടോ യാത്ര പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഉള്ളിലേക്ക് കയറാം. ഇപ്പം തന്നെ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൂടി ഉണ്ട് കേട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ബോട്ടിൽ നിറയെ ആളുകളായി. അതായത് ടൂറിസ്റ്റുകളാണ് ഒക്കെ കൂടുതലും. മെജോറിറ്റി തമിഴ്നാടിൽ നിന്നുള്ള ആൾക്കാരാണ്. പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇവിടെയുണ്ട്. പിന്നെ അതുകൊണ്ടോ ബോട്ടിൽ ചെയ്ത് വെച്ചാണ് പാസഞ്ചർ കപ്പാസിറ്റി 66 ഉണ്ടോ. അപ്പോൾ തന്നെ ഏകദേശം ബോട്ട് ഫുള്ളായ അവസ്ഥയാണ്. ജാക്കറ്റൊക്കെ മുകളിലുണ്ട് കണ്ടോ. കൃത്യം 11:30 ബോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കയറൊക്കെ കെട്ടഴിച്ചു ജീവനക്കാർ. അപ്പോൾ നമ്മുടെ ബോട്ട് കൃത്യം 11:30 കഴിഞ്ഞപ്പോൾ കോട്ടയം കോടിമാത ബോട്ട് ജെട്ടിയിൽ നിന്ന് എടുത്തു കേട്ടോ. കോട്ടയം കോടിമാതയിൽ നിന്നും ആലപ്പുഴ വരെ നമുക്ക് പോകുന്നതിന് ചാർജ് വരുന്ന ഒരാൾക്ക് 28 രൂപയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 മണിക്കൂറോളം യാത്രയുണ്ട് ഈ ഒരു ബോട്ടിൽ. 28 രൂപയ്ക്ക് നമുക്ക് ഈ കായലോര കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. ഈ ഒരു ബോട്ട് യാത്രയിലെ വലിയൊരു കൗതുകമാണല്ലോ ആ കാണുന്നത്. അങ്ങ് അകലെ കണ്ടോ ഒരു പാലം പോലെ ഇങ്ങനെ മുകളിലേക്ക് പൊക്കിയിരിക്കണത്. അത് ഇവിടുന്ന് ബോട്ട് ഹോൺ അടിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ വന്നിട്ട് കയറിന് വലിച്ച് പൊക്കി നിർത്തുന്നതാണ്. ബോട്ട് അതിൻ്റെ അടിയിലൂടെ പോയി കഴിയുമ്പോൾ ആ കയറ് ലൂസാക്കി പൂർവ്വസ്ഥിതിയിലേക്ക് പാലം എത്തും. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ളൊരു പാലമാണ് കേട്ടോ അത്. നമ്മളീ പോകുന്ന വഴിയിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഒന്നാമത് ഈ വീടുകളൊക്കെ തന്നെയാണ്. പല രീതിയിലുള്ള വീടുകൾ ഇവിടെ ഉണ്ട്. ഒരു നില വീടുകൾ, അതുപോലെ തന്നെ പഴയ ഓട് വീടുകൾ, അതുപോലെ തന്നെ 2 നില വീടുകൾ. ഈ വീടുകളിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങുന്ന കടകൾ അങ്ങനെ. പിന്നൊരു പ്രത്യേകതയാണ് ഈ ഒരു വെള്ളം നിൽക്കുന്നതിൻ്റെ താഴെയായിട്ടാണ് ഈ വീടുകളുടെ തറയൊക്കെ വരുന്നത്. ദേ വീണ്ടും ഒരു പാലം കേട്ടോ. അതൊന്ന് കണ്ടേ പൊക്കി പിടിച്ചേക്കുന്നത്.
പൊക്കിയിട്ടില്ല കേട്ടോ. അവിടെ ആളെന്ത് പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റണില്ല. ഉണ്ടോ പാലം അങ്ങനെ കാണാൻ. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് ഒതുക്കി കേട്ടോ. നമ്മുടെ ബോട്ട് വന്ന വഴിക്ക് ഇങ്ങനെ പൊക്കാതിരുന്നപ്പോൾ അവിടെ നിന്ന് ഹോണൊക്കെ അടിച്ചിട്ടാണ് വന്നത്. പക്ഷെ അവർ പൊക്കിയുണ്ടായില്ല. അതേ ഇപ്പോൾ ആളുകൾ 3-4 ആളുകൾ കൂടി വന്നിട്ടാണ് ആ പാലം ഉയർത്തുന്നത് കേട്ടോ. നമ്മുടെ പാലം ഉയർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നേരിട്ട് പോവാം അങ്ങോട്ടേക്ക്. ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ കടകൾ ഓരോ വീടുകളുടെയൊക്കെ. ആ വീടിൻ്റെയൊക്കെ മുറ്റത്ത് വെള്ളം കയറി കിടക്കാം. വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ചാക്കെട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടോ. നോക്കി തൊട്ടടുത്ത് വരെ വെള്ളമാണ്. നമ്മുടെ ഓപ്പോസിറ്റ് വേറൊരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ. ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്ന ബോട്ടായിരിക്കുള്ളൂ. കേൾക്കുന്നുണ്ടേ. നിങ്ങൾ നോക്കിയേ, ഈ ഒരു ജലനിരപ്പിൻ്റെ താഴെയായിട്ടാണ് അവിടുത്തെ നെൽകൃഷിയാണോ, അവിടെ എന്തോ കൃഷിയുണ്ട്. നമ്മുടെ എല്ലാം വീടുകളിൽ ഓരോരുത്തർക്കും ബൈക്കും കാറും ഒക്കെ അല്ലേ. ഇവിടെ ഉള്ളവർക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇതുപോലുള്ള തോണി വഞ്ചിയൊക്കെ കേട്ടോ. കണ്ട ഇതൊക്കെ മീൻ ബോട്ടാന്ന് തോന്നുന്നു. ഇത് കണ്ടോ. ഇതുപോലെ ചെറിയ ചെറിയ തോണികളൊക്കെയാണ് ഇവർ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് കേട്ടോ. ഇതൊക്കെ നോക്കിയേ, നമ്മുടെ ഈ ജലനിരപ്പിലുള്ള ജലത്തിനേക്കാൾ താഴെ ഇടുന്ന വീടൊക്കെ നിൽക്കണേ. എൻ്റെ പൊന്നോ, വെള്ളം കയറും. മഴയത്ത് വെള്ളം കയറില്ലെന്ന് ആലോചിക്കണേ. എന്തൊരവസ്ഥ അല്ലേ. ബോട്ട് ഇപ്പോൾ ഈ കനാല് പോലത്തെ ഭാഗങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് അല്പം വീതിയുള്ള ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഏരിയ നോക്കി നമ്മൾ വേമ്പനാട്ട് കായലിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ. ആ ഏരിയയിലൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി. ആ ഒരു കെട്ടും അവിടെ ആ ഒരു തെങ്ങൊക്കെ നിൽക്കുന്നത്. അവിടെ എന്തൊരു ബോട്ട് ചിട്ടിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്ത് ബ്യൂട്ടിയാന്ന് നോക്കി. ഒരു രക്ഷയില്ല. ഈ ഇടയ്ക്ക് കാണുന്ന ഈ കുളവാഴ പോലുള്ള സാധനങ്ങളും കൂടി ആകുമ്പോൾ മനോഹര കാഴ്ച തന്നെയാണ്. ഒരു ശിക്കാര ബോട്ട് അവിടെ നിന്ന് വന്നിട്ടോ. ഈ ഹൗസ് ബോട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷിക്കാര ബോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടായിരിക്കും. അപ്പോൾ ഇതും ഈ ഒരു ഭാഗത്തു കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കാണാം എപ്പോഴും. ബോട്ടിൻ്റെ പിറകുവശത്തായിട്ടാണ് ഈ ബോട്ട് ഓടിക്കുന്ന ആളിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ അവിടെ ഇവിടെ കാണാം കേട്ടോ. അതിനകത്ത് നിറയെ ഗസ്റ്റുകളാണ്. മുകളിൽ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. നിറയെ ആളുകളുണ്ട്. നല്ല ഒച്ചത്തിലാണ് സൗണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. കൂടുതൽ ആളുകൾ മുകളിലാണ് ഇരിക്കുന്നത്. താഴെ ആ ഒരു ബെഡും അതുപോലെ തന്നെ റൂമൊക്കെ വരുന്ന ഭാഗം താഴെയായിട്ടാണോ. ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ മീൻ പിടിക്കുന്നതിനൊക്കെ വേണ്ടി ബോട്ട് റെഡിയാക്കിയിട്ട് പോകാൻ പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇതുപോലെ ഓരോ സ്റ്റോപ്പുകൾ വരും. ആ ഒരു സ്റ്റോപ്പുകളിലൊക്കെ നിർത്തിയാണ് കേട്ടോ ബോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ ബോട്ടിൻ്റെ മുൻവശത്ത് വന്നു കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് ഹൗസ് ബോട്ടുകൾ കാണാൻ കഴിയും കേട്ടോ.
ഈ സ്പീഡ് ബോട്ട് കണ്ടോ, നമ്മൾ സ്പോട്ടൊക്കെ എടുത്ത് വരുന്ന സമയത്ത് ഇവർ നമ്മുടെ അടുത്തേക്ക് വരും. എന്നിട്ട് എത്ര രൂപ നിശ്ചിത തുക കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് അടിച്ചിട്ട് സ്പീഡിൽ പോയിട്ട് തിരിച്ചു കൊണ്ടാകും. അപ്പോൾ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ സ്പീഡ് ബോട്ടിൽ ഒരു കറക്കം കറങ്ങി വരാം. അവർ നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ, നമ്മുടെ ആ ഒരു ഹൗസ് ബോട്ടിൻ്റെ അടുത്തേക്ക് വരും. ഈ ഒരു കാഴ്ച കണ്ടോ, സ്പീഡ് ബോട്ടും ഷിക്കാരയും ഹൗസ് ബോട്ടും എല്ലാം ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരുന്നൊരു കാഴ്ച കേട്ടോ. ഈ കാണുന്ന കേട്ടോ ഷിക്കാര ബോട്ടുകളെന്ന് പറയുന്നത്. ആ കാണുന്നത് കണ്ടോ ഈ വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ആ ഭാഗത്ത് ഏകദേശം നമ്മൾ എത്തി ഇറങ്ങേണ്ട സ്ഥലമായിട്ടുണ്ട്. ആലപ്പുഴ ടെർമിനൽ എന്ന് പറഞ്ഞ ബോർഡ് അവിടെ കാണാം. ആലപ്പുഴ ടെർമിനൽ. അപ്പോൾ നമ്മുടെ ബോട്ട് ആലപ്പുഴ എത്തിയിട്ടാണ്. ഇതാണ് ആലപ്പുഴയിലെ ബോട്ട് വരുന്ന സ്ഥലം. ഓക്കെ, ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആലപ്പുഴ ബോട്ട് ചെട്ടി. അപ്പോൾ അതേ നമ്മൾ അവിടെയാണ് നമ്മുടെ ബോട്ട് വന്നിറങ്ങിയത്, ആലപ്പുഴ ബോട്ട് ചെട്ടി. ഈ സൈഡിൽ കിടക്കണുണ്ടോ, ഇവിടെ കിടക്കുന്നതൊക്കെ ഈ ഷിക്കാരകളാട്ടോ. ഇതിനകത്തൊക്കെ പോവാം. ഈ സൈഡിൽ വന്നിറങ്ങിയിട്ട് വണ്ടിയിൽ വന്നിറങ്ങിയിട്ട് ഇവിടെ നിന്ന് നേരെ ഷിക്കാര കയറിയിടുന്ന ആളുകളെല്ലാം കൂടെ പോകണേ. ഹൗസ് ബോട്ട് നേരെ അപ്പുറത്തായിരുന്നു. ഇവിടെ വലിയ വലിയ ഹോട്ടലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ്ട് ഈ പോകുന്നതൊരു ഷിക്കാരയാണ്. വെള്ളം ഒരു ഭംഗിയല്ല നേരെ മെനേഡായിട്ട് എടുക്കണേ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കോട്ടയത്ത് നിന്ന് ആലപ്പുഴ വരെയുള്ള സർക്കാരിൻ്റെ ബോട്ട് പിടിച്ചുള്ള ഈ ഒരു ബജറ്റ് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി നേരെ ഭക്ഷണം കഴിക്കണം. ഇവിടുന്ന് ഒരു ചെറിയ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമ്മളിങ്ങോട്ട് വന്ന പോലെ തന്നെ നേരെ അങ്കമാലി പോയി ഇറങ്ങാം. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ആലപ്പുഴ ബോട്ട് ജെട്ടിയുടെ അവിടെ നിന്നാണ്. ഒരുപാട് ബോട്ടുകളൊക്കെ ഇവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിങ്ങിൻ്റെ ടൈമിങ്, അതുപോലെ ഏത് സമയങ്ങളിലാണ് വരുന്നത്, എവിടേക്കാണ് വരേണ്ടത്, തിരിച്ചു പോകുന്ന സമയങ്ങൾ എപ്പോഴാണ്, ഇതൊക്കെ കൃത്യമായിട്ട് അടങ്ങുന്ന ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.